എടക്കര ഗ്രാമപഞ്ചായത്തിലെ കൊക്കോട് തെയ്യത്തുംപാടം ആയുർവേദ ഡിസ്പെൻസറിയിലെ പുതിയ ബ്ലോക്കിന്റെ പ്രവർത്തനം ഇനിയും ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ നവംബർ 3-ന് കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ച കെട്ടിടമാണിത്. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവിടം രോഗികൾക്ക് പ്രയോജനപ്പെടാത്തത് ജനങ്ങൾക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ടെന്ന് അജി തോമസ് പറഞ്ഞു. ഇത് എടക്കര ഗ്രാമപഞ്ചായത്തിലെ കൊക്കോട് തെയ്യത്തുംപാടമുള്ള ആയുർവേദ ഡിസ്പെൻസറി അതിൻ്റെ പുതിയ ബ്ലോക്കാണ് ഈ കാണുന്നത്. 2025 നവംബർ 3 കേരളത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ ഉദ്ഘാടനം ചെയ്ത പുതിയ ബ്ലോക്ക്. പക്ഷേ ഇന്നും ഉദ്ഘാടനം കഴിഞ്ഞ് ഇവിടെ ഇന്നും ഒച്ചയെഴുന്ന വേഗത്തിലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ധാരാളം ആളുകൾ വരുന്നൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ പുരുഷന്മാർക്ക് കിടത്തി ചികിത്സ സൗകര്യമില്ല. സ്ത്രീകളാണെങ്കിൽ തന്നെ ഇവിടെ താഴെ കിടത്തി ചികിത്സയുണ്ട്. സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. ഒരുപാട് നല്ല സംവിധാനങ്ങളുള്ള ഉണ്ടാക്കാവുന്ന ഹോസ്പിറ്റലാണ്. പക്ഷെ ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. പക്ഷെ ഇതുവരെ ഇതിൻ്റെ പൂർണ്ണതയിലെത്തിച്ചിട്ടില്ല. നവംബർ 3-ന് ഉദ്ഘാടനം ചെയ്ത പുതിയ ബ്ലോക്കിൻ്റെ അവസ്ഥയാണ് കാണുന്നത്. ഇവിടെ ചികിത്സ ആരംഭിക്കേണ്ടതാണ്. പക്ഷെ ഇതുവരെ ചികിത്സ ആരംഭിച്ചിട്ടില്ല. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലാവുന്നത്? ഒരു സംവിധാനത്തിന് ഭാഗമായി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനത്തിന് ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ്. പക്ഷേ ഇതിൻ്റെ ബിൽഡിംഗ് ഉദ്ഘാടനം നടത്തി ബാക്കി കാര്യങ്ങൾ ഇത് പ്രവർത്തനക്ഷമമായോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത സർക്കാരിനാണ്. നിലവിൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ധാരാളം ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ഇവിടെ പുരുഷന്മാർക്കായി കിടത്തി ചികിത്സാ സൗകര്യങ്ങളില്ല. സ്ത്രീകൾക്കാകട്ടെ താഴെ നിലയിൽ മാത്രമാണ് സൗകര്യമുള്ളത്. സ്ഥലപരിമിതി മൂലം രോഗികളും ജീവനക്കാരും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ്. ഉദ്ഘാടന സമയത്ത് വലിയ ആഘോഷങ്ങൾ നടന്നുവെങ്കിലും കെട്ടിടത്തിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കുവാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന ആക്ഷേപം ശക്തമാണ്. സർക്കാർ സംവിധാനങ്ങൾക്കും ഗ്രാമപഞ്ചായത്തിനും ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കോടികൾ ചിലവിട്ട് നിർമ്മിച്ച പുതിയ ബ്ലോക്ക് എത്രയും വേഗം ജനങ്ങൾക്കായി തുറന്നു നൽകണമെന്നും ആയുർവേദ ചികിത്സാ മേഖലയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ അടിയന്തര ഇടപെടൽ വേണമെന്നുമാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.